12 വർഷവും 16 ദിവസവും പ്രധാനമന്ത്രിയായി മോദി ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതെ, ഇതൊരു ചരിത്രം തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രേഖപ്പെടുത്തിയത് ഈ കാലഘട്ടത്തിലാണ്. ബീഫ് കയറ്റുമതി ചെയ്തതും റെക്കോർഡ് സൃഷ്ടിച്ചതും ഇതേ കാലഘട്ടത്തിൽ. ഒപ്പം ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പേർ കൊല ചെയ്യപ്പെട്ടതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. മണിപ്പൂർ ഉൾപ്പെടെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതും ഇതേ കാലഘട്ടത്തിൽ. മതേതര രാഷ്ട്രമായിരുന്ന ഇന്ത്യയെ മതരാഷ്ട്രമാക്കുവാനുള്ള തീവ്ര ശ്രമം നടന്നതും ഈ കാലഘട്ടത്തിലാണ്. പൊതുപ്രവർത്തനം നടത്തിയവരെയും മാധ്യമ പ്രവർത്തനം നടത്തിയവരെയും തോക്കിൻ കുഴലാൽ നേരിട്ടതും ഇതേ കാലഘട്ടത്തിൽ. മതത്തിൻ്റെ പേരിൽ രാജ്യത്ത് പൗരത്വം നിഷേധിക്കപ്പെട്ടത് ഇതേ കാലഘട്ടത്തിൽ. നീറ്റ് എക്സാം ഉൾപ്പെടെ വിവിധ പരീക്ഷകൾ അട്ടിമറിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ. ചോദ്യപേപ്പറിൽ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതെങ്ങനെ എന്ന് ചോദിച്ചതും ഈ കാലഘട്ടത്തിൽ. രാജ്യത്ത് കുത്തക മുതലാളിമാരുടെ ലാഭം കൂടുകയും കർഷകർ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യപ്പെടുന്നതും ഇതേ കാലഘട്ടത്തിൽ. ഡോളറിന് മുന്നിൽ ഇന്ത്യൻ രൂപ കൂപ്പുകുത്തിയതും ഇതേ കാലഘട്ടത്തിൽ. പെട്രോൾ ഡീസൽ വില വർധനയ്ക്കൊപ്പം അവശ്യ സാധനങ്ങളുടെ വിലയെല്ലാം കുത്തനെ ഉയർന്നതും ഇതേ കാലഘട്ടത്തിൽ. കേരളം ഉൾപ്പെടെ സംഘപരിവാറിനെതിരെ സംസാരിച്ച എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര വിഹിതം വെട്ടിക്കുറിച്ചതും ഇതേ കാലഘട്ടത്തിൽ. ചേരിചേര രാഷ്ട്രമായിരുന്ന ഇന്ത്യയെ അമേരിക്കയുടെ കാൽക്കീഴിൽ കൊണ്ട് കെട്ടിയതും മോദി ഭരിക്കുന്ന ഇതേ കാലഘട്ടത്തിൽ. ജനപ്രതിനിധികളെ വിലപേശി മേടിക്കുന്ന കരിഞ്ചന്തയായി ഇന്ത്യയെ മാറ്റിയതും ഇതേ കാലഘട്ടത്തിൽ. ഇന്ത്യ മാറുകയാണ്. സംഘപരിവാർ അജണ്ടയോടുകൂടി പോരാട്ടം അനിവാര്യമാണ്. പോരാടേണ്ടത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളാണ്, കർഷകരാണ്, നാം ഓരോരുത്തരുമാണ്.